രസകരമായ ഒരു വിഷയമാണ്. അതിന്റെ പ്രാഥമികമായി പല കാര്യങ്ങളും നാം അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ന് കേവലം അതിനൊരു ഇൻട്രഡക്ഷൻ മാത്രം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് സ്ക്രീനിൽ വാക്യങ്ങൾ വരുന്നതായിരിക്കും. അത് ആവശ്യമുള്ളവർ അത് എഴുതുന്നത് നന്നായിരിക്കും. അഥവാ ദൈവിക രാജ്യത്തെക്കുറിച്ച്, അഥവാ കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദ കൺസെപ്റ്റ് ഓഫ് ദ കിങ്ഡം. എന്താണ് രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ദൈവമാണ് ഈ സർവ്വ അഖിലാണ്ടത്തെയും സൃഷ്ടിച്ചവനായ ദൈവം. അവൻ കേവലം സൃഷ്ടാവെന്ന് മാത്രമല്ല, അവൻ ഈ അഖിലാണ്ടത്തെ ഭരിക്കുന്ന രാജാവാണ്. രാജാതി രാജാവായിട്ട് അവൻ ഭരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും അവന്റെ അധീനതയിലാണ്. അവന്റെ രാജ്യം നിത്യരാജ്യത്വമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. 10-ാം സങ്കീർത്തനം 16-ാം വാക്യം വായിക്കുക. അതുപോലെ തന്നെ 103-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കുക. അവിടെ എല്ലാം ഈ ആശയം കാണുവാൻ കഴിയും. നമുക്കൊന്ന് വായിക്കാം. യഹോവ എന്നേക്കും രാജാവാകുന്നു, ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു. യഹോവ എന്നേക്കും രാജാവാകുന്നു. ഈസ് എൻ എവർലാസ്റ്റിംഗ് കിങ്. അവന്റെ രാജ്യത്വം ഒരിക്കലും മാറുന്നതല്ല. 103-ാം സങ്കീർത്തനം 19-ാം വാക്യം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജ്യത്വം സർവത്തെയും ഭരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്വം സർവവും ഭരിക്കുന്ന രാജ്യത്വമാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 11-12 വാക്യം വായിക്കാം. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ രാജ്യത്വം അവനുള്ളതാണ്. ഇവിടെ കാണുന്നത് ദൈവം സർവത്തിന്റെ അധികാരിയാണ്. അവൻ രാജാതി രാജാവാണ്. ഈ പ്രപഞ്ചം മുഴുവനും അവന്റെ രാജ്യത്വത്തിന്റെ ഭാഗമാണ്, രാജ്യത്തിന്റെ ഭാഗമാണ്. ദാനിയേൽ പ്രവചനത്തിൽ അത് തന്നെ വായിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം അവൻ സർവത്തെയും അവൻ ഭരിക്കുന്നവനാണ്. ഈ റൂളർ ഇൻ ദ കിങ്ഡം ഓഫ് മെൻ. മനുഷ്യരുടെ മധ്യേ അവനാണ് ഭരിക്കുന്നത്. ദാനിയേൽ 4:17 നാം കാണുന്നുണ്ട്. അവൻ സർവത്തെയും ഭരിക്കുന്നവനായ ദൈവമാണ്. നമുക്ക് വായിക്കാതെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഇവിടെ നാം കാണുന്നത് അവൻ അധിപനാണ്. മനുഷ്യരുടെ ഇടയിൽ അവന്റെ രാജ്യത്വം വളരെ സ്ഥാപിതമായിരിക്കുകയാണ്. അവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും അവൻ ഇഷ്ടമുള്ളവരെ അതിലാക്കുകയും ചെയ്യുന്നവനായ ദൈവം. അഥവാ അവന്റെ രാജ്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ രാജ്യത്വത്തെ കുറിച്ചാണ് ഇവിടെ ഭാഗങ്ങളിലെല്ലാം വായിച്ചത്. എന്നാൽ അതിൽ വളരെ ശ്രദ്ധേയമായി പ്രപഞ്ചത്തിന്റെ സ്ഥാപകനായ, പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ ദൈവം, സ്വർഗത്തിൽ അധിവസിക്കുന്നവനായ ദൈവം എന്നെയും നിന്നെയും ഓർക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അവൻ ആരാണ് എന്ന് സങ്കീർത്തനക്കാരി 24-ാം അധ്യായം 74-12 വായിക്കുന്നു. ഹീസ് മൈ കിങ്. അവൻ എന്റെ രാജാവാണ്. കേവലം ഈ പ്രപഞ്ചത്തിന്റെ രാജാവ് മാത്രമല്ല, അവൻ എന്റെ രാജാവ് കൂടിയാണ്. വായിക്കാം. 74-12 വായിക്കുന്ന എന്താണ്? ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു. കേവലം ഈ പ്രപഞ്ചത്തിന്റെ രാജാവല്ല, കേവലം ഈ ഭൂമിയുടെ രാജാവ് മാത്രമല്ല, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ എന്റെ രാജാവാണ്, അവൻ എന്റെ കർത്താവാണ്. നാം ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നാം ഏറ്റുപറഞ്ഞ അതാണ്, കർത്താവേ നീ എന്റെ കർത്താവാണ്, എന്റെ ജീവിതത്തിൽ നീ കർത്താവാണ്. അത് വളരെ ഹൃദ്യമായ, നമുക്ക് വ്യക്തിപരമായ ബന്ധം ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവവുമായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവൻ എന്റെ രാജാവാണ്. ആ രാജാവ് എന്റെ സർവകാര്യത്തിലും ഇടപെടുന്നവനാണ്. എന്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും നൽകുന്നവനായ ഒരു രാജാവാണ് എന്റെ ദൈവം.
എന്നെ കരുതുന്നവനായ രാജാവ്. കേവലം അത് മാത്രമല്ല, എന്റെ ഓരോ ചിന്തകളെയും അവൻ വിലയിരുത്തുന്നവനാണ്. എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ ചിന്തകളും അവൻ വിശകലനം ചെയ്യുന്നവനായ വലിയവനായ രാജാവാണ്. 2 കൊരിന്ത്യർ 10:5 നാം അത് വായിക്കുന്നുണ്ട്. അവൻ നമ്മുടെ സർവ്വ ചിന്താകുലങ്ങളെയും വിവേചിക്കുന്നവനായ ദൈവമാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. വായിക്കാം 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ വിചാരങ്ങളെയും വിശകലനം ചെയ്യുന്നവനായത്. ആ വിചാരങ്ങൾ നമുക്ക് അവന്റെ മുൻപിൽ അർപ്പിക്കാം. കർത്താവേ, എന്റെ വിചാരങ്ങൾ ഇതാണ്, എന്റെ ചിന്തകൾ ഇതാണ്. അവൻ എല്ലാം പരിശോധിക്കുന്നവനാണ്, സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന വലിയവനായ ദൈവം. ആ ദൈവം എന്റെ രാജാവാണ്. അവന്റെ അധീനതയിലാണ് ഞാൻ എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ അധീനതയിലുള്ള ഒരു ഇതാണ്. സർവത്തെയും ദൈവമാണ് സൃഷ്ടിച്ച്. അവൻ അല്ലാണ്ടുള്ള സൃഷ്ടാവ് മാത്രമല്ല, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ് എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവന്റെ ഈ പ്രപഞ്ചത്തിലെ ഈ രാജ്യത്തിന്റെ നിത്യരാജ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, അവന്റെ സൃഷ്ടികളിൽ ഒരുവനായിരുന്ന ലൂസിഫർ എന്ന് പറയുന്ന സൃഷ്ടി, അവൻ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയാണ്. ദൈവം തന്റെ ജ്ഞാനത്തിൽ അവനെ സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടി ഈ ദൈവത്തിന്റെ രാജ്യത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. അവന്റെ ദൈവരാജ്യത്തിന് എതിരെ മത്സരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ മത്സരത്തെ കുറിച്ച് എഹെസ്കേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും നാം വായിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്തത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ രാജ്യത്തെ അവൻ വെല്ലുവിളിക്കുകയാണ്. രാജ്യത്തിൽ വലിയൊരു വെല്ലുവിളി നടക്കുന്നതായിട്ട് കാണാം. എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവന്റെ സൃഷ്ടിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവന്റെ ജോലി എന്തായിരുന്നു, അതെല്ലാം വളരെ ഭംഗിയായി വിവരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അത് വായിക്കുന്നത് നന്നായിരിക്കും. അവനാണ്, അവന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. അരുണോദയപുത്രൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എഹെസ്കേൽ 28-ലാണ് നമുക്ക് അവനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. എഹെസ്കേൽ 28:11 മുതലുള്ള വാക്യങ്ങളിൽ ഈ വ്യക്തിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 11-ാം അധ്യായം 28-11 മുതൽ വായിക്കാം ചില വേദഭാഗങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അവനെ സൃഷ്ടിച്ചതിന്റെ കാര്യമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്. ഒരു മുദ്രയായിരുന്നു അവനെ. ഹി ഈസ് ദ സീലസ് ഓഫ് ദ സം. അവൻ ദൈവത്തിന്റെ മുദ്രയായിരുന്നു. മാത്രമല്ല, അവൻ വളരെ ജ്ഞാനസമ്പൂർണനായിരുന്നു. ഫുൾ ഓഫ് വിസ്ഡം ആൻഡ് പെർഫെക്റ്റ് ഇൻ ബ്യൂട്ടി. സൗന്ദര്യത്തിൽ വളരെ സമ്പൂർണനായിരുന്നു. അവനെ സൃഷ്ടിച്ചത്, മനുഷ്യനെ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിലും സാത്താനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടൊന്നുമല്ല, രത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവന്റെ സൃഷ്ടി മനുഷ്യനേക്കാൾ ഉന്നതമായ സൃഷ്ടിയായിരുന്നു. മണ്ണുകൊണ്ടല്ല, ഭൂമിയിലെ മണൽ കൊണ്ടല്ല അവനെ സൃഷ്ടിച്ചത്, നവരത്നങ്ങളാലാണ്. നോക്കിക്കേ എത്ര രത്നങ്ങളാണ് അവിടെ ഒഴുകിയിരിക്കുന്നത്. 9 രത്നങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നവരത്നം, ഒന്ന് സ്വർണമാണ്, സ്വർണം രത്നമല്ല. അങ്ങനെ 10 സാധനങ്ങൾ അവിടെ പറയുന്നുണ്ട്, 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനെ സൃഷ്ടിച്ചത് നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനായ ഒരുവൻ. അതുകൊണ്ടാണ് നമുക്കറിയാം, നവരത്നം എന്ന് പറയുന്നത് വളരെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നാം അറിയാം, ഇന്ത്യയിൽ നവരത്നം എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ടിരിക്കുന്നു. അത് സാത്താന്റെ സൃഷ്ടിക്കപ്പെട്ട അവന്റെ വസ്തുതയാണ്. എന്ന് മാത്രമല്ല, അവനെ സൃഷ്ടിച്ചപ്പോൾ
അവന്റെ ഇൻബിൽറ്റ് മ്യൂസിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അവൻ ചലിക്കുന്നത് മുഴുവനും വളരെ ഗാനങ്ങളായിരുന്നു ആലപിച്ചിരുന്നത്. മ്യൂസിക്കൽ നോട്ട്സ് അവനിൽ ഉണ്ടായിരുന്നു. നമുക്ക് വായിക്കുന്നുണ്ട്, വർക്ക്മാൻഷിപ്പ് ഓഫ് thy timbrels and thy flutes were prepared in thee. 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുക. അവിടെ അവനെ എങ്ങനെ സൃഷ്ടിക്കുന്ന കാണുന്നുണ്ട്. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. The timbrels and of thy flutes, അല്ലെ? അവിടെ വായിക്കുന്നുണ്ട് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, മ്യൂസിക്കൽ നോട്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ചലനം പോലും വളരെ ഗാനങ്ങൾ ആലപിക്കുന്ന വിധത്തിലായിരുന്നു, ഗാനങ്ങൾ അനുകൂലമായിരുന്നു. അവൻ ആരായിരുന്നു? 14-ാം വാക്യം, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. ദൈവത്തിന്റെ സിംഹാസനത്തെ മറച്ചിരുന്ന കെരൂബായിരുന്നു. എന്നാൽ ഇവരെന്താണ് ചെയ്തത്? അവൻ നിഗളിച്ചതിന്റെ ഫലമായിട്ട് അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപം ചെയ്തു. യെശയ്യാപ്രവചനം 14-ാം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പറഞ്ഞ ഐ വിൽ 5 പ്രാവശ്യം നമുക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ നിഗളിച്ച വാക്ക്, അവൻ നിഗളിച്ചു. ദൈവത്തിന് സമനാക്കുവാനുള്ള ശ്രമം അവിടെ നടത്തുന്നതായിട്ട് കാണും. യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. അരുണോദപുത്രനായ നീ എങ്ങനെ ആകാശത്തിൽ വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അത്യുന്നതനോട് സമനാകുവാൻ ശ്രമിച്ച പിശാച് ഐ വിൽ 5 പ്രാവശ്യം നമുക്ക് കാണുന്നത് ഞാൻ ചെയ്യും. താൻ നിഗളിച്ച് ദൈവത്തോട് സമനാകുവാൻ, ദൈവത്തിന്റെ സിംഹാസനത്തിന് തുല്യമായ തന്റെ സിംഹാസനം വെക്കുവാൻ താൻ ആഗ്രഹിച്ചു. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ ആരാധനയാണ് ആഗ്രഹിക്കുന്നത്. സൃഷ്ടാവായ ദൈവം ഈ സൃഷ്ടിയായ ഈ സാത്താനെ നമസ്കരിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവൻ അതാണ് ആവശ്യപ്പെട്ടത്. സർവ ഭൂതലവും കാണിച്ചു, അതിന്റെ സൗന്ദര്യമെല്ലാം കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. അതാണ് സാത്താന്റെ ആവശ്യം. പിതാവായ ദൈവത്തോട് സമനാക്കി എന്ന് മാത്രമല്ല, ക്രിയേറ്റർ അഥവാ സൃഷ്ടാവ് സൃഷ്ടിയെ നമസ്കരിക്കണം, അതായിരുന്നു സാത്താന്റെ ചിന്താഗതി. അത് തെറ്റില്ല എന്ന് വിചാരിക്കുന്നതാണ് സാത്താന്റെ അഭിപ്രായത്തിൽ സൃഷ്ടാവ് സൃഷ്ടിയെ നമസ്കരിക്കുന്ന യാതൊരു തെറ്റുമില്ല. എന്നാൽ ഈ നിഗളത്തിന്റെ അനന്തരഫലമായിട്ട് സാത്താനെ സ്വർഗത്തിൽ നിന്നും തള്ളി കളഞ്ഞതായിട്ട് കാണും. അവനുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളെല്ലാം പോയി. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ സന്നിധാനത്തിൽ അവന്റെ ആ തേജസ്സിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവന്റെ സൗന്ദര്യം. കാര്യം ദൈവത്തിന്റെ തേജസ് തന്റെ രത്നങ്ങളിൽ, താൻ സൃഷ്ടിക്കപ്പെട്ട ആ ജംസിൽ, ആ രത്നങ്ങളിൽ പതിക്കുമ്പോഴാണ് അത് ശോഭാപരിപൂർണമായി തീരുന്നത്. അവന്റെ സൗന്ദര്യം ദൈവത്തിന്റെ സന്നിധാനത്തിൽ മാത്രമേ പ്രകടമാകുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സാത്താൻ തള്ളപ്പെട്ടപ്പോൾ അവൻ വിരൂപനായി മാറി, യാതൊരു വെളിച്ചമില്ലാത്തവനായി തീർന്നു. അവൻ അന്ധകാരത്തിന്റെ പ്രഭുവായി മാറി, അന്ധകാരമായി മാറി. കാര്യം ദൈവത്തിൽ നിന്നുള്ള പ്രഭ അവന്റെ മേൽ വരുന്നില്ല, അവൻ ശോഭിക്കുന്നില്ല. അതാണ് സംഭവിച്ചത്. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടിയെ നമസ്കരിക്കണം, അതായിരുന്നു അവന്റെ പ്രശ്നം. ആ ഒരു ചിന്തയിലായിരുന്നു അവന്റെ ആരംഭം മുതൽ ആരംഭിച്ചത്. അത് സാധ്യമാക്കുവാൻ വേണ്ടി അവൻ മനുഷ്യവർഗത്തെ അവൻ വശീകരിച്ചു, മാനവവർഗത്തെ വശീകരിച്ചിട്ട് ആ വിധത്തിലുള്ള ഒരു പ്രവണത മനുഷ്യഹൃദയങ്ങളിൽ കൊടുത്തു. മനുഷ്യഹൃദയങ്ങളിൽ കൊടുത്തത് എന്താണ്? ഒരു സൃഷ്ടാവ് തന്റെ സൃഷ്ടിയെ നമിക്കുന്നതിൽ തെറ്റില്ല
നമസ്കരിക്കുന്നത് തെറ്റില്ല, ആരാധിക്കുന്നത് തെറ്റില്ല എന്ന ധാരണ മനുഷ്യ ഹൃദയങ്ങളിൽ കൊടുത്തു. മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. വേദപുസ്തകം അതാണ് പറയുന്നത്. മനുഷ്യ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. റോമാലേഖനം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് പിശാച് മനുഷ്യ മനസ്സിനെ കുരുടാക്കിയത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ തന്റെ കൈകൊണ്ടുണ്ടാക്കിയ രൂപങ്ങളെ, വിഗ്രഹങ്ങളെ നമസ്കരിക്കുവാൻ തുടങ്ങി. അഥവാ സൃഷ്ടാവ് സൃഷ്ടിയെ നമസ്കരിക്കുക, അത് തെറ്റില്ല എന്ന ധാരണ, അത് ശരിയാണ് എന്നുള്ള വാദഗതികൾ, ഇതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ നൽകിയത് മറ്റാരുമല്ല, പിശാചാണ്. പിശാചിന്റെ ആഗ്രഹം അതായിരുന്നു, സൃഷ്ടാവായ ദൈവം തന്നെ നമസ്കരിക്കണം. എന്നാൽ കർത്താവ്, നമുക്കറിയാം, കർത്താവ് അത് അവഗണിച്ചു. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിക്കാവൂ, അത് എഴുതിയിരിക്കുന്ന കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ച് കർത്താവ് പിശാചിനെ ജയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് കാണുന്ന ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പിശാചാണ്. ഇന്ന് അവൻ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ഇന്ന് ഭൂമി അവൻ അനാധികൃതമായി കയ്യേറിയിരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വായെ അവൻ വശീകരിച്ചു. മാത്രമല്ല, മനുഷ്യന്റെ പാപത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു. ഇന്ന് ഈ ഭൂമിയും അതിലുള്ള എല്ലാം താൻ അവകാശപ്പെടുന്നത് അത് എന്റേതാണ്, എനിക്കുള്ളതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ തന്നുമായി യാതൊരു ബന്ധവുമില്ല. താനല്ല ഇതിന്റെ ഉടമ. എന്നാൽ ഈ പിശാച് ഇതിന്റെ എല്ലാം ഉടമ ഞാനാണ് എന്ന് അവകാശപ്പെടുകയാണ്. വളരെ രസകരമായി തോന്നുന്നു നമുക്ക്. കർത്താവ് വന്നപ്പോൾ അവൻ കർത്താവിനെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്റേതാണ്, ഞാൻ നിനക്ക് തരാം. ആരോടാ പറയുന്നത്? സൃഷ്ടാവിനോട്. സർവത്തെ സൃഷ്ടിച്ച രാജാതി രാജാവിനോട് പറയുകയാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി. ഇന്നത്തെ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പിശാചിന്റെ വെല്ലുവിളിയാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ നടന്ന ഈ വെല്ലുവിളി കഴിഞ്ഞ ആ എറ്റേണിറ്റി മുതൽ, കഴിഞ്ഞ നിത്യത മുതൽ ആരംഭിച്ചതാണ് ഈ വെല്ലുവിളി. സഭാപ്രസംഗം 9-ാം അധ്യായം 14-15 വാക്യത്തിൽ അതിന്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സഭാപ്രസംഗം 9-14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ശ്രദ്ധിക്കുക, ഇവിടെ ഈ പറയുന്നത് മറ്റാരുമല്ല, പിശാചിനെ കുറിച്ചാണ്. അവൻ ഈ ഭൂമിയിലേക്ക്, ചെറിയൊരു പട്ടണമാണ്, ഈ ഭൂമിയിലെ ആക്രമിച്ചു, അതിനെ നശിപ്പിക്കുവാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ആ പട്ടണത്തിൽ സാധുവായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ സാധുവായ മനുഷ്യൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. ആ സാധുവായ മനുഷ്യൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. താൻ ഈ ഭൂമിയിലേക്ക് വന്നു, തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, താൻ ക്രൂശിൽ യാഗമായി തീർന്നു. അതിന്റെ ഫലമായിട്ട് ഭൂമിക്ക് ഒരു ഉദ്ധാരണം ഉണ്ടായി. അതാണ് നാം കാണുന്നത്. ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ചു. അവൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് സ്നേഹിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. തന്റെ പുത്രനെ നൽകി ഈ ഭൂമിയെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് അവന്റെ ജ്ഞാനത്താൽ അവൻ ഈ ഭൂമിയെ രക്ഷിച്ചു. എന്നാൽ ദുഃഖകരമായ കാര്യം, ആ സാധുവായ മനുഷ്യനെ ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനേകർ മറന്നുപോയിരിക്കുകയാണ്. അവൻ ഈ ഭൂമിയെ പിശാചിന്റെ അധീനതയിൽ നിന്ന് രക്ഷിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും, ക്രമീകരണങ്ങളും അവൻ ചെയ്തിരിക്കുകയാണ്. പിശാച് അനാധികൃതമായി തനിക്ക് യാതൊരു അവകാശമില്ലാത്ത ഈ ഭൂമിയെ അവകാശിയാണെന്ന് പറഞ്ഞ് അവകാശം പിടിച്ചു പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പിശാചിന് തൻ്റെതായ ഒരു രാജ്യത്വമുണ്ട്. അവൻ വലിയൊരു രാജ്യം കെട്ടിപ്പടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ രാജ്യത്വത്തെ കുറിച്ച് സാത്താന്റെ രാജ്യത്വം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലും 13-ലും നമുക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും അവൻ അധീനതയിൽപ്പെടുത്തി അവൻ ഭരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രതിയോഗിയാണ് പിശാച്. ഈ പ്രതിയോഗി ദൈവത്തിന്റെ രാജ്യത്വത്തിന് എതിരെ
അവൻ മത്സരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6:12 വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദുഷ്ടാത്മസേനകൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ട് വലിയൊരു വൻ ശക്തി, സാത്താന്റെ ശക്തിയോ അവന്റെ രാജ്യത്തോ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ നമുക്ക് 10 വായിക്കുന്നുണ്ട്, ദാനിയേൽ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തിയത് ഈ സാത്താന്റെ ശക്തികളാണ്. അവിടെയും പറയുന്നുണ്ട്, ആ സൈന്യങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സാത്താന് ദൈവത്തിന്റെ രാജ്യത്തിന് എതിരായിട്ട് അവന്റെ പാരലായിട്ട് വേറൊരു രാജ്യത്വം സാത്താൻ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ദൈവമാണ് സർവത്തിന്റെ ഉടയവൻ, അവനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. എന്നാൽ പിശാച് ദൈവരാജ്യത്തിനെതിരെ മത്സരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ മത്സരിച്ച ഈ രാജ്യത്തിന്റെ ഈ ഭൂമി അത് വീണ്ടും ദൈവരാജ്യത്തോട് ചേരേണ്ടത് ആവശ്യമാണ്. ഭൂമി ദൈവത്തിന്റെ അധീനതയിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ആ കാര്യമാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. മില്ലിനിയൽ കിങ്ഡത്തിൽ അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ നടക്കുന്നത് ഈ ഭൂമിയിലുള്ള ഈ അവസ്ഥ മാറി സാത്താനെ ബന്ധിച്ച് 1000 ആണ്ട് ബന്ധിച്ചതിന് ശേഷം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി വാഴും. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന പറയുന്നത്? ദൈവമേ, നിന്റെ രാജ്യത്വം വരേണമേ, നിന്റെ രാജ്യത്വം വരേണമേ, ലെറ്റ് ദൈ കിങ്ഡം കം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇതൊരു പ്രാർത്ഥനയാണ്, വളരെ പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത് അവന്റെ ഇഷ്ടമല്ല. സ്വർഗത്തിൽ അവന്റെ ഇഷ്ടം നടക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെങ്കിൽ പിശാചിനെയും അവന്റെ സൈന്യങ്ങളെയും ബന്ധിച്ചേ മതിയാകുള്ളൂ, അവരെ കീഴടക്കിയേ മതിയാകുള്ളൂ. ആ കീഴടക്കി 1000 ആണ്ട് ഈ ഭൂമിയിൽ കർത്താവ് വാഴും. ആ വാഴുന്ന വാഴ്ചയാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അല്പമായി 1000 ആണ്ട് വാഴ്ചയുടെ ചെറിയൊരു അല്പം ആശയം ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെതാണ്. പിശാച് അതിനെതിരെ മത്സരിച്ചപ്പോൾ ദൈവം തന്റെ കാര്യപരിപാടികൾ ആരംഭിച്ചു. ഈ ഭൂമിയെ വീണ്ടെടുക്കുവാനുള്ള എല്ലാ നടപടികളും താൻ സ്വീകരിച്ചു. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്തു. പിശാചിന്റെ അന്ധകാരത്തിൽ ഇരുന്ന നാം, അവന്റെ അധീനതയിൽ ഇരുന്ന നമ്മെ അവന്റെ അധീനതയിൽ നിന്ന് അവൻ വീണ്ടെടുത്തു. ഇത് മാത്രമല്ല, ഇനി നമുക്ക് ഭാവിയിൽ ഒരു പ്രത്യാശ നൽകിയിട്ടുണ്ട്. അവൻ വീണ്ടും വരികയും ഈ ഭൂമിയെ തന്റെ അധീനതയിലാക്കുകയും അവന്റെ രാജ്യത്വം, അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുകയും അവന്റെ രാജ്യത്വം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അതാണ് ആ പ്രാർത്ഥന. നാം നൂറ്റാണ്ടുകളായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കർത്താവിന്റെ വരവെങ്കിൽ അത് അന്വർത്ഥമായി തീരും എന്ന് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ രാജ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇത് പറയുന്ന തിയോക്രാറ്റിക് കിങ്ഡം അഥവാ ദൈവം താൻ ഭരിക്കുന്നത് തന്റെ പ്രതിനിധികളെ ഏൽപ്പിച്ചിട്ടാണ്. തന്റെ പ്രതിനിധികൾ ഈ ഭൂമിയിൽ തന്റെ സ്ഥാനത്ത് ഈ ഭൂമിയെ ഭരിക്കുന്നു. സാത്താൻ ഇന്ന് ഭൂമിയെ അനധികൃതമായി തെറ്റായ രീതിയിൽ അവൻ ഭരിക്കുന്നവനാണ്. അവനല്ല യഥാർത്ഥത്തിൽ അതിന്റെ അവകാശി. എന്നാൽ അവൻ അവകാശിയാണെന്ന് അവകാശപ്പെടുകയാണ്. എന്നാൽ ദൈവം സർവത്തെയും ഭരിക്കുന്നവനായ സർവശക്തനായ ദൈവമാണ്. അങ്ങനെ സർവശക്തനായ ദൈവം തന്റെ പ്രതിനിധികളെ കൊണ്ട് ഭരിക്കുന്ന ആ ഭരണം അഥവാ ദൈവിക ഭരണത്തെയാണ് ദൈവരാജ്യം അഥവാ തിയോക്രാറ്റിക് കിങ്ഡം എന്ന് നാം കാണുവാൻ കഴിയുന്നത്. ഈ തിയോക്രാറ്റിക് കിങ്ഡം അഥവാ ദൈവരാജ്യം ആദ്യം നാം കാണുവാൻ കഴിയുന്നത് തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനൊരു രാജകീയ പദവിയാണ് കൊടുത്തത്. അവനെ രാജാവായി വാഴിച്ചു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് തന്നെയാണ്. സർവത്തെയും ഭരിക്കുവാനുള്ള അധികാരം ആദാമിന് കൊടുത്തു. അവൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ ഭൂമിയിൽ സർവ സൃഷ്ടിയെയും ഭരിക്കുവാൻ അധികാരം കൊടുത്തു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, താൻ പിശാചിന്റെ കടിയിൽ അകപ്പെട്ട് പാപത്തിന് വിധേയമായി തീർന്ന് തനിക്ക് ലഭിച്ച ആ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി പിശാച് അനധികൃതമായി ഭൂമിയെ കയ്യേറി മനുഷ്യനെ പാപത്തിൽ വീഴ്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് മാറി
വീണ്ടും കർത്താവ് താൻ ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന അവസ്ഥ നമുക്ക് സഹസ്രാബ്ദ വാഴ്ചത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ച കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ ഭൂമിയിൽ അവൻ വാഴുവാൻ പോവുകയാണ്. ആദാം പരാജയപ്പെട്ട ആ സ്ഥാനത്ത് രണ്ടാം മനുഷ്യനായ കർത്താവ്, അവസാനത്തെ ആദാം, അവൻ ഈ ഭൂമിയിൽ വാഴുവാൻ പോകുന്നു. ആ വാഴുവാൻ പോകുന്ന ആ വാഴ്ചയാണ് 1000 ആണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം മനുഷ്യന്, അബ്രഹാമിനും മറ്റുമെല്ലാം നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളും ഈ 1000 ആണ്ട് വാഴ്ചയിൽ പൂർണ്ണമായി തീരും. നാം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ പൂർണ്ണമായില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് എപ്പോഴാണ് പൂർണ്ണമാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് മശീഹ ഇനിയും ഭൂമിയിൽ വന്ന് വാഴുവാൻ തുടങ്ങുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തിക്കപ്പെടും എന്ന് കാണുവാൻ കഴിയുന്നു. ഈ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ പല വേദഭാഗങ്ങൾ ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ അതിന് ശരിയായ ആശയം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇത് വളരെ വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഞാൻ അത് വിശദമായി വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അല്പമായ ഒരു സൂചനകൾ മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് യുഗപരമായ രീതിയിലാണ്. ഓരോ യുഗങ്ങൾ ദൈവം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നത് 7 യുഗങ്ങളാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ യുഗം നിഷ്പാപ യുഗം എന്നാണ് അതിനെക്കുറിച്ച്. പാപമില്ലാത്ത നിഷ്പാപ യുഗം. നിഷ്പാപ യുഗത്തിൽ ദൈവം ഈ ഭൂമിയെ ഭരിച്ചിരുന്നത് ആദാം മുഖാന്തരമാണ്. ആദാമിനെ രാജാവായി വാഴിച്ചു. അവനോട് ഈ ഭൂമിയെ ഭരിക്കുവാൻ അവന് അവകാശം കൊടുത്തു. അത് ആ യുഗത്തിനാണ് നിഷ്പാപ യുഗം എന്ന് പറയുന്നത്. ആദാമിന്റെ സൃഷ്ടി മുതൽ അവന്റെ വീഴ്ച വരെയുള്ള ആ കാലഘട്ടത്തെയാണ് നിഷ്പാപ യുഗം എന്ന് പറയുന്നത്. എന്നാൽ ഈ നിഷ്പാപ യുഗത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 7 യുഗങ്ങളാണുള്ളത്. ആ 7 യുഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സൂചന ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കുക. ഇതാണ് 7 യുഗങ്ങൾ. നിഷ്പാപ യുഗം, മനസാക്ഷി യുഗം, ഹ്യൂമൻ ഗവൺമെന്റ്, മനുഷ്യന്റെ ഗവൺമെന്റിന്റെ യുഗങ്ങൾ, വാഗ്ദത്ത യുഗങ്ങൾ, ഇതുമാണ് മോശയുടെ ന്യായപ്രമാണ യുഗം. ഇപ്പോൾ നാം ആയിരിക്കുന്നത് കൃപായുഗമാണ്. അതിന്റെ 7ാമത്തെ യുഗമാണ് സഹസ്രാബ്ദ യുഗം. അപ്പോൾ 7 യുഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ തൽക്കാലം വിശദീകരിക്കുന്നില്ല. നിങ്ങൾ 7 യുഗങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആദാം, നിഷ്പാപ യുഗത്തിൽ ജീവിച്ച ആദാം സാത്താന്റെ പ്രേരണയാൽ പാപത്തിന് വിധേയനായി തീർന്നു. താൻ പരാജയം അനുഭവിച്ചു. അതുകൊണ്ട് തനിക്ക് ലഭിച്ച ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ 7ാമത്തെ യുഗത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ എല്ലാ പദവികളും വീണ്ടും സ്ഥാപിച്ച് നമ്മുടെ കർത്താവ് അവൻ രാജാവായി 1000 ആണ്ട് വാഴുവാൻ പോവുകയാണ്. അതുകൊണ്ട് 7ാമത്തെ യുഗമാണ് സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 7 യുഗങ്ങളെ കുറിച്ച് വിശദമായി അല്പമായെങ്കിലും പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ, ഇതുകൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അല്പമായി പിന്നീടുള്ള ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന 4-5 ഫണ്ടമെന്റൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, യുഗപരമായ പഠനം വളരെ ആവശ്യമാണ്. യുഗപരമായ പഠനം പഠിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഈ യുഗപരമായ പഠനം എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് ആരംഭിച്ചത് മറ്റാരുമല്ല, ബ്രദറുകാരാണ്. ഡേൻ ഡാർബിയാണ് യുഗപരമായ പഠനത്തിന് ഒരു പ്രാരംഭം കുറിച്ചത്. താൻ വേദപുസ്തകം പഠിച്ചപ്പോൾ ഈ ആശയങ്ങൾ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയേ. അതിന് മുൻപ് ഇതൊന്നും ആശയങ്ങൾ ഉണ്ടായിരുന്നില്ല. വേണ്ട വിധത്തിൽ വെളിപ്പാടുകൾ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇതിനെ ഡാർബിയിസം എന്ന് പോലും പറയാറുണ്ട്. ഡാർബിയാണ് യഥാർത്ഥത്തിൽ ഇതിന് വ്യക്തമായ ഒരു രൂപരേഖ നൽകിയത്.
നവോത്ഥാന സമയത്ത് ഉണ്ടായിരുന്ന വേദപണ്ഡിതാക്കൾ കാൽവിൻ, ലൂതർ മുതലായ എല്ലാവർക്കും ഈ വിധത്തിലുള്ള ഒരു ആശയം ഉണ്ടായിരുന്നില്ല. അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഈ വിധത്തിലായിരുന്നില്ല ദൈവിക കാര്യപരിപാടികൾ അവർ ചിന്തിച്ചിരുന്നത്. അവർ കരുതിയിരുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇനി വീണ്ടും ഉണ്ടാകുകയില്ല, ഇസ്രായേലിന്റെ ദൈവം തള്ളിക്കളഞ്ഞു, ഇനി പുതിയ ദൈവിക കാര്യപരിപാടി, ദൈവം ഇസ്രായേലിനോട് ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം സഭയിലാണ് നിവർത്തിക്കപ്പെടുവാൻ പോകുന്നത് എന്ന ധാരണയായിരുന്നു ഈ നവോത്ഥാന പണ്ഡിതാക്കളുടെ, റിഫോംഡ് സ്കോളേഴ്സിന്റെ അഭിപ്രായം. മാർട്ടിൻ ലൂതർ ഉൾപ്പെടെയുള്ള എല്ലാ റിഫോംഡ് സ്കോളേഴ്സും അതാണ് പഠിപ്പിച്ചത്. എന്നാൽ പിന്നീട് ബ്രദർ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിൽ, ബ്രദർ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ് ഡിസ്പെൻസേഷനിസം എന്ന ആശയം ഉടലെടുക്കുകയും അതിനെക്കുറിച്ച് പഠനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ വളരെ ആദരിക്കുന്ന വ്യക്തിയാണ് ജയൻ ഡാർബേൽ. കാരണം ആദരിക്കുവാൻ കാരണം തന്റെ ആ ചിന്താഗതി, ആ പഠിപ്പീരും ആ ചിന്താഗതികളുമാണ് ഇന്ന് ഇസ്രായേലിനെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അതാണ്. യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, ലോകത്തിലെ അനേകായിരങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് കാരണം ഈ ഡിസ്പെൻസേഷണൽ ടീച്ചിങ് ആണ്. അതുകൊണ്ട് വിശ്വാസികളായ നാം ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. നാം യഹൂദനെ സ്നേഹിക്കണം. യഹൂദൻ ദൈവത്തിന്റെ ജനമാണ്. ദൈവം താൽക്കാലികമായി അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഭാവിയിൽ അവരെ ചേർത്തുകൊള്ളുന്ന ദൈവമാണ്. ഇസ്രായേലിന്റെ അസ്തിത്വം, അവരുടെ നിലനിൽപ്പ് തന്നെ ദൈവവചനത്തിന്റെ ആശ്വസ്തമാണ്, ദൈവവചനത്തിന്റെ സത്യം നിലനിർത്തുകയാണ്. അതുകൊണ്ട് നാം ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ വിഷയം പഠിക്കണമെങ്കിൽ ഇത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡിസ്പെൻസേഷൻ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. യുഗപരമായ പഠനം ആവശ്യമാണ്. രണ്ടാമത്, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന വാഗ്ദത്തം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വളരെ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണ് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, അബ്രഹാമിക് കവനന്റ്. അത് വീണ്ടും ആവർത്തിക്കുന്ന കാണുന്നുണ്ട്, പല ഭാഗങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. അത് വളരെ കാര്യമാണ്. അതിനകത്ത് ആദ്യത്തെ ഏറ്റവും പ്രധാനമായ കാര്യം അവർ പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് മാത്രമല്ല, ഈ ഭൂമി അവിടെ പറയുന്നത് ഫ്രം ദൈ ഫാദേഴ്സ് ആൻഡ് അൺടു ലാൻഡ് വിച്ച് ഐ വിൽ ഷോ. നിനക്ക് ഈ ഭൂമി ഞാൻ നിനക്ക് നൽകുവാൻ പോവുകയാണ്. ഐ വിൽ ബ്ലസ് thee and make thy name great and thou shall be a blessing. നിനക്ക് ഈ ഭൂമി നിന്റേതാവാൻ പോവുകയാണ്. ആ 1-ാം വാക്യത്തെ ബാക്കി ഒന്നുകൂടെ വായിക്കാം. അബ്രഹാമിനോട് പറയുന്നത്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. ദൈവം എബ്രഹാമിന് തനിക്കൊരു വാഗ്ദത്ത ഭൂമി തനിക്ക് നൽകി. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം ഇതാണ്, ആരുടേതാണ് ഈ ഭൂമി? പാലസ്തീൻ എന്ന് പറയുന്ന ആ ഭൂമി അഥവാ വാഗ്ദത്ത ഭൂമി ആരുടേതാണ്? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എബ്രഹാമിന് ദൈവം കൊടുത്തതാണ് ആ ഭൂമി, അവന്റെ സന്തതിക്ക് കൊടുത്തതാണ്. എബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിലാണ് ഇന്ന് ഇസ്രായേൽ ജീവിക്കുന്നത്. അത് മറ്റാരുടെയുമല്ല. അത് അവകാശപ്പെടുവാൻ മറ്റാർക്കും അവകാശമില്ല. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ യുദ്ധത്തിന്റെ പശ്ചാത്തലം അതാണ്. അവരുടെ ഇന്നത്തെ അറബി രാഷ്ട്രങ്ങളും ഇസ്ലാമിക് രാഷ്ട്രങ്ങളും അവകാശപ്പെടുന്നത് ഇസ്രായേൽ, യഹൂദൻ അവിടെ അനാധികൃതമായി കയറി വന്ന് താമസിക്കുന്നവരാണ്, അവരുടേതല്ല ഭൂമി എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല, അവരുടേതാണ് ഭൂമി. അവരുടെ പിതാവായ, അവരുടെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്, അത് അവരുടേതാണ്. അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ പിന്നീടുള്ള ഭാഗങ്ങളിൽ അവൻ രൂപ കൊടുത്ത് 400
വേദപുസ്തകത്തിലുണ്ട്. അത് വാങ്ങിയതിന്റെ ആധാരം വേദപുസ്തകത്തിലാണുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ ഭൂമി ഇന്നത്തെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം ഇത് ആരുടേതാണ് എന്നുള്ള പ്രശ്നമാണ്. അത് മറ്റാരുടെയുമല്ല, അബ്രഹാമിന്റെയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പല മെസ്സേജുകളും പല സെർമൺസും കേൾക്കുവാനുണ്ടായി. എനിക്ക് വളരെ രസകരമായി തോന്നിയത്, വിവേക് രാമസ്വാമി അമേരിക്കയുടെ വരുവാൻ പോകുന്ന പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയി മത്സരിക്കുവാൻ പോകുന്ന വിവേക് രാമസ്വാമി, 38 വയസ്സേ ഉള്ളൂ. എനിക്ക് അത്ഭുതം തോന്നി. താൻ പറഞ്ഞ നല്ല ഒരു അരമണിക്കൂർ പ്രസംഗിച്ച 45 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു. പ്രസംഗിച്ച ആ പ്രസംഗം ഞാൻ കേൾക്കുണ്ടായി. വളരെ വ്യക്തമായി താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഭൂമി അബ്രഹാമിന് കൊടുത്ത ഭൂമിയാണ്, ദൈവിക അരുളപ്പാടിലുണ്ടായ ഭൂമി. താൻ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഭൂമിയെ കുറിച്ച് പറഞ്ഞത്. ഇസ്രയേലിന് ജീവിക്കുവാൻ അവകാശമുണ്ട്, അവരുടേതാണ്, അവരുടെ പിതാക്കന്മാരുടേതാണ് ആ ഭൂമി എന്നുള്ളത്. ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. എന്നാൽ അബ്രഹാമിനോട് വളരെ വിശാലമായ സ്ഥലമാണ് വാഗ്ദത്തം ചെയ്തത്. ആ വാഗ്ദത്തം ചെയ്ത ഭൂമി മുഴുവനും കിട്ടിയിട്ടില്ല. ഇന്ന് അവർ ജീവിക്കുന്ന ചെറിയൊരു ഭൂപ്രദേശത്താണ്, കേരളത്തിന്റെ സമാനമായ ഭൂപ്രദേശത്താണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ദൈവം എബ്രഹാമിനോട് കാണിച്ച 15-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ എബ്രഹാമിന് വിശാലമായ സ്ഥലമാണ് ഇത്. ആ വിശാലമായ സ്ഥലം ഒരിക്കൽ അത് ഇസ്രായേൽ അനുഭവിക്കും, അവർ അതിൽ അനുഭവിച്ച് ജീവിക്കും. അത് നടക്കുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ഈ എബ്രഹാമിന് ചെയ്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് എബ്രഹാമിന്റെ ആ ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണം സഹസ്രാബ്ദ വാഴ്ചയിൽ സംഭവിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എബ്രഹാമിനോട് ചെയ്ത ആ നിയമങ്ങൾ, ആ ഉടമ്പടികളെ കുറിച്ച് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. അതും സഹസ്രാബ്ദ വാഴ്ചയുമായിട്ട് വളരെ ബന്ധമുള്ളതായിട്ട് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ കവനന്റ്, വളരെ അനേക കവനന്റുകളുണ്ട്. രണ്ടാമത്തെ ഉടമ്പടി ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നമുക്ക് ദാവീദിനോട് ചെയ്ത ഉടമ്പടി കാണുവാൻ കഴിയുന്നുണ്ട്. നിന്റെ സന്തതി നിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സന്തതിയെ കുറിച്ചുള്ള വാഗ്ദത്തം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു. ഇവിടെ പറയുന്നത് ദാവീദിന്റെ സന്തതി ഈ സിംഹാസനത്തിൽ നിന്ന് വാഴുവാൻ പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ വായിക്കാം, 7:12-16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ വ്യക്തമായി നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവിടെ കാണുന്ന അവന്റെ സന്തതി, ദാവീദിന്റെ സന്തതി സ്ഥിരമായി ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോവുകയാണ്. ദാവീദിന്റെ സന്തതിയായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. ഇതും സംഭവിക്കുവാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭൂമിയെ ഭരിക്കുന്ന 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദിനോടുള്ള ദൈവത്തിന്റെ നടപടികൾ അഥവാ ഉടമ്പടികളെ കുറിച്ച് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് നാം പഠിക്കേണ്ട വേറൊരു വിഷയം, വിശദമായി പഠിക്കേണ്ട വിഷയമാണ്, അത് പുതിയ നിയമമാണ്. പുതിയ ഉടമ്പടി ദൈവം ചെയ്യുമെന്ന് പറയുകയാണ്. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, അവിടെ ദൈവം ഇസ്രായേലിനോട് ഒരു പുതിയ ഉടമ്പടി ചെയ്യുവാൻ പോവുകയാണ്. എ ന്യൂ കവനന്റ്. യെരമ്യാ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഇസ്രായേലിനോട് ചെയ്യുവാൻ പോകുന്ന നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. പുതിയ നിയമത്തിന്റെ അവകാശികളാണ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് ഒരു നിയമം ചെയ്തിട്ടില്ല. നാം വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യരാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത് നാം വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരാണ്. ജാതികളുമായിട്ട് ദൈവം ഒരു നിയമവും ചെയ്തിട്ടില്ല. തന്റെ നിയമങ്ങളെല്ലാം ചെയ്ത യഹൂദരോടാണ്. പിന്നെ പുതിയ നിയമം എങ്ങനെയാണ് നമുക്ക് ബാധകമായി തീരുന്നത്? നാം പുതിയ നിയമ വിശ്വാസികളാണെന്ന് പറയുന്നത് എന്താണ് ഇതിനർത്ഥം? അതിനർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം പറയാം, പുതിയ നിയമം ദൈവം ഇനി ഭാവിയിൽ ഇസ്രായേലിനോട് ചെയ്യുന്ന നിയമമാണ്.
അത് സഹസ്രാബ്ദ വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കാണുവാൻ കഴിയും. എന്നാൽ ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. നമുക്ക് മധ്യസ്ഥനുമായിട്ടാണ് ബന്ധമുള്ളത്. നമ്മോട് അവൻ ഉടമ്പടി ചെയ്തിട്ടില്ല. എന്നാൽ ആ മധ്യസ്ഥനാണ് നമ്മുടെ നാഥൻ. അവൻ മധ്യസ്ഥനായതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലുള്ള എല്ലാ നന്മകളും പുതിയ നിയമ വിശ്വാസികളായ നാം അനുഭവിക്കും. യഥാർത്ഥത്തിൽ ന്യൂ കവനന്റ് ദൈവം ഇസ്രായേലിനോട് ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന ഉടമ്പടിയാണ്. മോശയോട് ചെയ്ത ഉടമ്പടി അവർ ലംഘിച്ചു. അവർ അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ പരിണത ഫലങ്ങളോ ഇന്നും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭാവിയിൽ നമ്മുടെ കർത്താവ് അവരോട് ഒരു ഉടമ്പടി ചെയ്യും. അതാണ് ജെറമ്യ പ്രവചനം പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ, പലകയിലല്ല, കൽപ്പനകളിലല്ല, അവർ ഹൃദയത്തിൽ അവന്റെ കൽപ്പനകൾ എഴുതും. അവർ അവനെ നമസ്കരിക്കുന്നവരായി തീരും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ അവർ വിളിക്കുന്നവരായി തീരും. അങ്ങനെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുവാൻ പോകുന്നത്. ദൈവം ഇസ്രായേലിനോട് ചെയ്യുന്ന ഉടമ്പടിയുടെ ഭാഗമാണ് ഈ സഹസ്രാബ്ദം. അപ്പോൾ ഈ ഉടമ്പടികൾ കൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. സഹസ്രാബ്ദ വാഴ്ച എന്ന വിഷയം ശരിക്കും നാം മനസ്സിലാക്കണമെങ്കിൽ ഈ 3 ഉടമ്പടികൾ നാം പഠിക്കേണ്ടത് ആവശ്യം. അതുകൂടാതെ ദൈവം സ്ഥാപിക്കുവാൻ പോകുന്ന ഈ രാജ്യത്തെ കുറിച്ച്, ഇത് യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യമാണ് മില്ലിനിയൽ കിങ്ഡം. പുതിയ നിയമസഭയ്ക്ക് ചെയ്ത വാഗ്ദത്തമല്ല. എന്നാൽ നാം വാഗ്ദത്തിന്റെ ആ ഉടയവനായ കർത്താവ് അവൻ അതിന്റെ മധ്യസ്ഥനായതുകൊണ്ട് നാം അതിന്റെ നന്മകൾ അനുഭവിക്കുന്നവരാണ്. സഭയ്ക്ക് വാഗ്ദത്തം ചെയ്തതല്ല ഈ സഹസ്രാബ്ദ വാഴ്ച. എന്നാൽ നാം സഹസ്രാബ്ദ വാഴ്ചയിൽ അവനോട് കൂടെ ആയിരിക്കും. കാരണം നമ്മുടെ കർത്താവ് അവിടെ രാജാവായി വാഴുവാൻ പോവുകയാണ്. ആ രാജ്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമുക്ക് ആ രാജ്യത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അല്പം കൂടി വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഈ വിഷയം നാം പഠിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ 4-5 കാര്യങ്ങൾ അല്പമായി മനസ്സിലാക്കിയിരുന്നാൽ വരുവാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള ശരിയായ ധാരണ നമുക്ക് ലഭ്യമായി തീരും. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കുമാറാകട്ടെ. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാം ഈ വിഷയങ്ങൾ പ്രാർത്ഥനയോടുകൂടി പഠിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ അനുഗ്രഹം ഉണ്ടാകും. ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആൻസർ, അതിനെല്ലാം ഉത്തരം നമുക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്ഥലത്തിന് വേണ്ടി അവർ പോരാടുന്നത്, അതെല്ലാം നമുക്ക് ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. എന്നാൽ പിശാചും അവന്റെ സൈന്യങ്ങളും തെറ്റായ വിധത്തിൽ തന്റെ ജനത്തെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ അവൻ സ്ഥാപിക്കുവാൻ പോകുന്ന ആ മെഷിയാനിക് കിങ്ഡം അഥവാ മശിഹയുടെ രാജ്യത്വം അത് സ്ഥാപിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ രാജ്യം വരയണമേ. അവന്റെ രാജ്യം ഈ ഭൂമിയിൽ വരുമ്പോൾ മാത്രമേ അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രാർത്ഥന ഇപ്പോഴും ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വരുന്ന കാലങ്ങളിൽ ജീവിക്കാം. അതിന് ഈ ആലോചനകൾ മുഖാന്തരം പരിശുദ്ധാത്മാ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.